പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്തു നന്ദി പറയുന്ന പിതാവേ, കർത്താവായ ഈശോനാഥ, അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറച്ച് വഴി നടത്തിയതിനെ ഓർത്തു നന്ദി പറയുന്ന കർത്താവേ, ഈ ദിവസം പ്രഭാതം മുതൽ ഈ നിമിഷം വരെ, ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും അവിടുന്ന് പരിപാലിച്ചിരിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നപ്പ. കർത്താവായ യേശുനാഥ, ഞങ്ങളിപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയം ഞങ്ങളെ ആരെങ്കിലും ഈ രാത്രിയിൽ അങ്ങേപ്പക്കൽ വിളിക്കപ്പെടുകയാണെങ്കിൽ കർത്താവെ, ഞങ്ങൾ വിശുദ്ധിയോടെ ആയിരിക്കാനുള്ള കൃപാവര ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ നിന്ന് നൽകി അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങൾക്ക് മറ്റൊരു ദിനം അവിടെ നിന്ന് ഒരുക്കുന്നെങ്കിൽ കർത്താവെ, അവിടുത്തെ കൃപയാൽ ഉള്ള ദിനമാക്കി മാറ്റപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോപ്പച്ച, ഇന്ന് ഞങ്ങൾക്ക് തന്ന സകല ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്ന കർത്താവെ, ഓരോ ദിനവും അങ്ങേപ്പക്കൽ കൂടുതൽ കൂടുതൽ ചേരുവാൻ ആത്മീയമായി കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ഇന്ന് ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്കൊരു തിരുവചനം വായിക്കാം. കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 84-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിക്കുന്നു, തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൻ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ആമേൻ. അല്പനേരം കൈകൂപ്പിയിരുന്ന് നമ്മുടെ ഹൃദയം ഈശോയിലേക്ക് സമർപ്പിച്ച് ഈ വചനമൊന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ 4 ചുറ്റും കുരിശ് വരയ്ക്കുക. കിടക്കയുടെ 4 ചുറ്റും കുരിശ് വരയ്ക്കുക. നെറ്റിത്തടത്തിൽ 3 പ്രാവശ്യം കുരിശ് വരച്ചിട്ട് യൂദന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് 3 തവണയും നമ്മൾ ചൊല്ലേണ്ടതാണ്. ഇന്ന് കർത്താവായ ഈശോയെ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു പൈശാചിക തന്ത്രങ്ങളോ ഒരു കള്ളന്മാരോ ഒരു അക്രമികളോ ഒരു വിഷജന്തുക്കളോ ആരും തന്നെ ഞങ്ങളെ തൊടുവാനോ അടുത്തുകൂടുവാനോ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് കരുതുമാറാകണമേ. രാത്രിയിൽ ഒരു ദുർസ്വപ്നവും കാണുവാൻ ഇടയാക്കാതെ അവിടുന്ന് കരുതിക്കൊള്ളുമാറാകണമേ. ആമേൻ.